അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പരുണ്ടല്ല തെരകളല്ല ചെമ്മാനം വാഴണ തുറയരയൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതണേ. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് ഞാനും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? മലയജ സുരഭില പുളകിത നിമിഷമിതേ നീതാ മനസ്സിജ മധുകണമനുപമരതിലരികേ വാ. മലയജ സുരഭില പുളകിത നിമിഷമിതേ നീതാ മനസ്സിജ മധുകണമനുപമരതിലരികേ മധുവാദിനി മതിമോഹിനി ഏകാന്ത സ്വപ്നത്തിൻ തേരേറിവാ. എൻ മനസ്സിൽ പാനപാത്രം നീ നുകരാൻ വാ. നിൻ പൊഞ്ചിരി തേൻ മഞ്ചരി വാ 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 സഖി വാ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ. മാനത്തെ മറപ്പിൽ മിന്നും മാണിക്യ കല്ലിട്ടതാരേ? മാണിക്യം കാണാതെ പാപം മാറാപ്പു പേറുന്നുരാവ്. മാനത്തെ മറപ്പിൽ മിന്നും മാണിക്യ കല്ലിട്ടതാരേ? മാണിക്യം കാണാതെ പാപം മാറാപ്പു പേറുന്നുരാവ്. വെള്ളിപ്പൂവാമ്പൽ ചെണ്ടിലിരുന്ന് കാറ്റിലതു പറഞ്ഞാടി. ഹല്ലിപ്പൂത്താലം കാറ്റിലുലഞ്ഞു ആമ്പലൊന്നലിഞ്ഞാടുമ്പോൾ മൂടിപ്പോയി പരിമളം ലാ 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 ലാ. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ അടിപ്പാടാൻ നീയും പോരാമോ. ആര്യങ്കാവിൽ വേല കഴിഞ്ഞു ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു. ആറ്റിലാടുന്ന ആമ്പൽ പൂവിൻ്റെ തേന്നുകർന്നേ വരാം. ചെല്ലപ്പൂ ചെണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം. ലാ 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 ലാ. അശ്വിൻ, എന്തോ സഞ്ജയ്, എന്തോ കലക്കിയാടാ, സൂപ്പർ ആയിരുന്നു. പെർഫോമൻസിനെ പറ്റി നമുക്ക് ചോദിക്കാം. ശരത് സർ. ചക്കരകളെ സാറേ തകർത്തടാ. താങ്ക് യു സാർ. അത് മൊത്തത്തിലൊരു ഒരു ഗുമ്മുണ്ടായിരുന്നു. കാര്യം ഇത് ഈ പാട്ടുകൾ മാറുന്ന ഒന്നും ഒരു നമുക്കൊരു സുഖമായിട്ടൊക്കെ ഒരു കൂളവസ്ഥയായിരുന്നു കേട്ടോ. സഞ്ജയ് മന ചക്കരെ എടാ, നീ അന്തി കടപ്പുറം കുറച്ചും കൂടി ഒരു സന്തോഷമാകാമായിരുന്നു കേട്ടോ. അത് ഒരു വിഷമം ഏതോ പാത്തോസ് പാടുന്ന പോലെ പാടി തുടങ്ങിയത്. അതൊരു ഒരു ഗുമ്പിൽ പാടണ്ടേ, ഒരു സന്തോഷത്തോടെ. ഒന്ന് നമുക്കൊരു പല്ലവി ഒന്ന് കേട്ടാലോ? 2 ലൈൻ പാടിയാൽ മതി കേട്ടോ. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് അത് കുറച്ചും കൂടെ സന്തോഷമാണ്. ഇപ്പോഴും ഇല്ല കേട്ടോ. അത് കുറച്ചും കൂടെ ഒരു അത് ഒരു ജോളി പാട്ടല്ലേ. അപ്പം അതിന്
അത് ഒരു സന്തോഷം വേണം. അണ്ണാ ആ നമുക്കൊന്ന് സന്തോഷിപ്പിച്ചാലോ? എങ്ങനെയാ അത്? കേടാ മക്കളെ. അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പരുന്തല്ല, തെരകളല്ല, ചെമ്മാനം വാഴണ തൊറയരയൻ, അങ്ങേ കടവില് പള്ളിയുറങ്ങൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? അതാണ് റുബീസ്. അതാണ് അണ്ണാ മതി അണ്ണ. 2000 മാർക്ക്. അപ്പൊ സഞ്ജയ്, എടാ നിനക്കൊരു ക്ഷീണം ഫീൽ ചെയ്തു പാടുമ്പോ, അതെന്താണത്? എന്തെങ്കിലും ഓടി കത്തിച്ച് വന്നാണോ പാടിയത്? അപ്പൊ എനിക്ക് ആ ഒരു ക്ഷീണം വരും. നിനക്കൊരു നീ എപ്പോഴും ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള ബാലനാണ്. അപ്പൊ ഇന്ന് ആ ബാലന് കുറച്ചൊരു ശക്തിക്കുറവ് ഫീൽ ചെയ്തു, ശ്വാസം മുട്ടൊക്കെ ഫീൽ ചെയ്തു. പിന്നെ മോനെ ചക്കരെ, എടാ പഞ്ചാരെ, നിന്റെ കാര്യ നീ നന്നായിട്ട് പാടിയടാ. നിന്റെ രണ്ടാമത്തെ വാ ഒരുപാട് ചതഞ്ഞിരുന്ന ചുണ്ടിലണിഞ്ഞവളെ കേട്ടോ. അതൊന്ന് ആലോചിച്ചോണ്ടാ മതി. ഒന്ന് പാടാമോ ആ ലൈൻ? ഉന്മാദത്തെ നിലകൾ ചുണ്ടിലണിഞ്ഞവളെ. വെരി നൈസ്, വെരി നൈസ്, ഗുഡ് ഗുഡ്. അത് മാറിപ്പോയി പാടിപ്പോ. പിന്നെ ലാസ്റ്റ് പാട്ട് രസം ഉണ്ടായിരുന്നു, രണ്ടുപേരും കൂടെ പാടി തകർത്തടാ. എനിക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട്, പക്ഷെ ആക്ട് വണ്ടർഫുൾ. താങ്ക് യു സർ. ചേച്ചി, രണ്ടുപേരും പൊളിച്ചടുക്കി, സൂപ്പർ ആയിരുന്നു. പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര സൂപ്പർ, പൊളിച്ചടുക്കി. ഒന്നാമത് ഈ പാട്ടുകൾ, ഈ സെലക്ട് ചെയ്ത 3 പാട്ടുകളും നമുക്ക് എപ്പോ കേൾക്കുമ്പോഴും ഒന്ന് എഴുന്നേറ്റ് ഡാൻസ് കളിക്കാൻ തോന്നും. അത്തരത്തിലുള്ള പാട്ടുകളാ. സത്യത്തിൽ എൻജോയ് ചെയ്തു. രണ്ടുപേരുടെ ആക്ഷൻസും എല്ലാം തന്നെ. ലാസ്റ്റിൽ നിർത്തിയതും അതിന്റെ ഇടയിലുണ്ടായിരുന്ന ജയൻ മാഷയൊക്കെ കാണിച്ചതേ എന്തായിരുന്നു അത്. അതിന്റെ ഇടയില് ഭയങ്കര സ്റ്റെപ്പൊക്കെ നോക്കട്ടെ. ഒന്നുകൂടെ അടിച്ച ബാക്കില് കാണട്ടെ. അടി അടി അടി. കൊള്ളാം കൊള്ളാം, അടിപൊളി അടിപൊളി. ഈ 2 സ്കൂൾ പിള്ളേർക്കും വലിയ കയ്യടി, ഉഗ്രനായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഇതുപോലെ തന്നെ ഗംഭീരാക്കുക ഇനി. ഓക്കെ, സൂപ്പർ. താങ്ക് യു ചേച്ചി. എം ജി സർ, എന്ത് പറയാൻ, വെച്ച് സ്പ്രിഞ്ച് ഇല്ലേ രണ്ടുപേരും കൂടെ. ആ ജയന്റെ ആ മുറുക്ക്, പിന്നെ അടി, പിന്നെ പാട്ട് എല്ലാം കൂടെ വന്നപ്പോ നല്ല അറിഞ്ഞില്ല. ഈ പാട്ടുകൾ ഞാൻ ചെയ്യാനായിട്ട് പോയത് നല്ല ലിങ്ക് ആയിരുന്നു. അപ്പൊ അത് കാരണം ആ സെലക്ഷൻ വാസ് വെരി ഗുഡ്. പിന്നെ പാടിയതും നന്നായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ മക്കൾക്ക് ഒരു ചെറിയ ക്ഷീണമുള്ള പോലെ തോന്നി. അത് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എനി ലവ് ഫെയിലിയർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്? എനി ലവ് ഫെയിലിയർ? അവൾ അതിന്റെ മുകളിൽ കേറി പിടിച്ചതുണ്ടോ ഒറ്റയടിക്ക്? അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്ത് ലവിനോ? സത്യം പറടാ. 20%? സാധാരണ 100% എന്ന് പറയുന്നത് അറിയാതെ അവൻ അതും കൈവിട്ടു പോയി. അതുകൊണ്ടല്ലേ ഈ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയിട്ട് അവിടെ ഇങ്ങനെ. അതാണ് മക്കളെ, ഒന്നും കുഴപ്പമില്ല, അടുത്തതിൽ നമുക്ക് പിടിക്കാം കേട്ടോ. പക്ഷെ പാടിയൊക്കെ നന്നായിരുന്നു, രണ്ടുപേരും നല്ല രസമായിരുന്നു. പിന്നെ നിന്റെ ആ തലയിട്ട് ഇങ്ങനെ ഒരു അടി ഉണ്ടായിരുന്നില്ല, അത് ഉഗ്രായിരുന്നു. അത് എന്നോട് കാണിച്ച് ആവശ്യങ്ങൾ പരിഗണിക്കൂ. അശ്വനെ ഇപ്പൊ തരാം കേട്ടോ. കോഷി ടൈം കഴിഞ്ഞോടാ. ഇവൻ എന്റെ നേരെ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചു. അവള് മേടിച്ചു പോയി. അടിപൊളി, ഓൾ ദി ബെസ്റ്റ് രണ്ടുപേരും. ഷാനിക്ക, സഞ്ജയ്, അശ്വിൻ അടിപൊളിയായിരുന്നു. എനിക്കാകെ സഞ്ജയ് കുറച്ച് ടയർഡായ പോലെ തോന്നി. പിന്നെ ആ ഫസ്റ്റ് സോങ്ങില്, കാരണം ഇപ്പോഴും ശ്രീകുട്ടൻ ചേട്ടൻ ഈ പാട്ട് സ്റ്റേജിൽ പാടിക്കഴിഞ്ഞാൽ തീയാണ്, ബൂം, ഒരു രക്ഷയില്ല. ഇപ്പോഴും ആ ഒരു എനർജിയിൽ എന്താ പറയാ, കണ്ടീജിയസ് ആണ്. ആ നേരെ ആ എനർജി അങ്ങോട്ടേക്ക് പാസ് ചെയ്തിട്ട് ഓഡിയൻസ് ഒക്കെ അങ്ങ്
വട്ടാവും. അതുപോലത്തെ ഒരു വല്ലാത്തൊരു പാട്ടാണ്. ഇപ്പോഴും പാസ് ചെയ്തു അത്. അതെ, ഇപ്പോഴും പാസ് ചെയ്തു. എനിക്കൊരു പൊടിക്ക് കൂടുതൽ ഇഷ്ടമായത് ഡെഫിനറ്റ്ലി അശ്വിന്റെ സിംഗിങ് ആണ്. രണ്ടുപേരും കലക്കി. ഒരു പൊടിക്ക് കൂടുതൽ പിന്നെ അശ്വിന്റെ എക്സ്പ്രഷൻസും ക്ലാരിറ്റി ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഈ റൗണ്ടിന്റെ ഒരു ഭയങ്കര ഒരു രസം ഉണ്ടായിരുന്നു. ഈ 3 പാട്ടും ഒരു പാട്ട് പോലെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര സീംലെസ് ആയിട്ടാണ് അത്. നമുക്കത് വേറൊരു പാട്ട് വരുന്ന പോലെ നമുക്ക് തോന്നിയില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു. പിന്നെ ഒരു വെടിക്ക് 3 പക്ഷി. സാധാരണ ഒരു 3 പാട്ടായിട്ട് കേൾക്കുന്നതിന് പകരം ഒറ്റ ഇതിൽ തന്നെ നമുക്കൊരു 3 പാട്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അതെല്ലാം ഗംഭീരായിരുന്നു. അപ്പം എന്തായാലും കലക്കി, രണ്ടുപേരും കലക്കി. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സിലേക്ക് പോവാം. നമുക്ക് ആദ്യം സഞ്ജയുടെ മാർക്കിലേക്ക് പോവാം. ഷാനിക്ക. സഞ്ജയ് 8.5. ശരത് സർ. സഞ്ജയ് 8.8 മാർക്സ്. ചേച്ചി. സഞ്ജയ് 8.8 മാർക്സ്. സർ. രണ്ടുപേരുടെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. ഓ, ലാസ്റ്റ് ഇടാല്ലേ സർ? അതെ. ഓക്കെ സർ, വെയിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ സഞ്ജയുടെ ടോട്ടൽ 26.1. ഓക്കെ, ഇനി നമ്മുടെ ജഗദീഷ് ചേട്ടന്റെ മാർക്ക്, അശ്വിന്റെ മാർക്ക്. ഷാനിക്ക 8.9. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ഞാൻ 8 പോയിന്റ് എടുത്ത് ദൂരെ കളഞ്ഞു. 9. താങ്ക് യു സർ. ചേച്ചി. അശ്വിൻ 9 മാർക്സ്. സർ. രണ്ടുപേർക്കും നല്ല മാർക്ക്. ഓക്കെ ഓക്കെ, അപ്പൊ അശ്വിന്റെ ടോട്ടൽ 26.9. സൂപ്പർ. അപ്പൊ എന്തായാലും ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ 2 സ്കൂൾ കുട്ടികൾ നമ്മൾ മെൻഷൻ ചെയ്യണം. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിലെ സ്കൂൾ കുട്ടികളായിട്ട് നിൽക്കുന്നത്. അല്ല, സ്കൂൾ കുട്ടികൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാ ഇപ്പോ? അതെ, പിന്നെ ഞാൻ പഠിച്ചത് മോഡൽ സ്കൂളിലാണ്. ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ. അന്ന് നമ്മുടെ മെയിൻ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ഉടനെ കളിക്കുക, ബാക്കി അങ്ങനത്തെ ഒരുപാട് അഭ്യാസങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ സ്കൂളിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. അതായത് 3D മോഡലിംഗ്, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, ഹൈടെക് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് സിലബസ് എന്ന് വേണ്ട അങ്ങനത്തെ ഒരുപാട് പുതിയ 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 സംഭവങ്ങൾ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി ഭാവിയിലുള്ള കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു വലിയ കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കറക്റ്റ് സമയത്തൊന്നും ബുക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പം അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുട്ടികളുടെ കൈകളിലേക്ക് പുസ്തകങ്ങൾ കിട്ടി തുടങ്ങി. അതൊക്കെ ഭയങ്കര വലിയ മാറ്റങ്ങളാണ്. പിന്നെ ഇപ്പൊ വിജയശതമാനമൊക്കെ കൂടി കിട്ടാൻ പറ്റാത്തൊരു ഇപ്പൊ ഗവൺമെന്റ് സ്കൂളൊക്കെ 100% ആണ് വിജയം. അതൊക്കെ ഭയങ്കര മാറ്റങ്ങളാണ്. സൗജന്യമായിട്ട് ഉച്ചഭക്ഷണം വരെ സെലക്ടഡ് സ്കൂളുകൾ പ്രഭാത ഭക്ഷണവും എല്ലാം ഉണ്ട്. കാരണം അതുപോലെ ഈ 1.5 ലക്ഷത്തോളം സ്കൂളുകളിൽ ഹൈടെക് ക്ലാസ് റൂമുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കാനുള്ള കാര്യത്തിൽ കണക്കായിരുന്നു, എങ്കിലും സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് അതൊക്കെ ഉണ്ട്. അപ്പം അതൊരു വലിയ കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെന്റ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോഴ് സൈബർ സുരക്ഷ അവയർനെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് 4 ലക്ഷത്തോളം അമ്മമാർക്ക് അതിന്റെ ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. അപ്പം അവർക്ക് ആ ഒരു അവയർനെസ് കൊടുക്കുമ്പോൾ അവർക്ക് കുട്ടികളെ വേണ്ട ഒരു കാര്യമാണ്. അതെ, അതുകൊണ്ട് കുട്ടികളെ നേർവഴിക്ക് നടത്താനുള്ള ഒരു പരിശീലനം കൂടിയാണ്. പിന്നെ ഷാനിക്ക് ഇപ്പൊ ഡിജിറ്റൽ വേൾഡ് ആണല്ലോ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഇപ്പൊ എനിക്ക് 6,000 എബവ് സ്കൂളുകളിൽ തന്നെ ഒരു 4 lakhs എബവ് ഡിജിറ്റൽ ഉപകരണങ്ങളാണ് സ്കൂളുകളിലേക്ക് തന്നെ കൊടുക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ലേ സ്കൂളിലൊക്കെ? തീർച്ചയായിട്ടും. നമ്മൾ കമ്പ്യൂട്ടർ ലാബ്സ് ആണെങ്കിലും ക്ലാസ് റൂമിലാണെങ്കിലും മൊത്തം ഡിജിറ്റലൈസ്ഡായി. നമുക്കിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാവാറുണ്ട്. അച്ഛനമ്മയ്ക്ക് പറയാറുണ്ട് പണ്ട് എന്തൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ ഒരിക്കലും അവർക്ക് ടീച്ചറോട് ചോദിക്കാൻ പേടിയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇപ്പോൾ ഏത് സമയത്താണെങ്കിലും ടീച്ചേഴ്സ് അവൈലബിൾ ആണ്, ഓൺലൈൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ വിളിച്ച് ചോദിക്കാം. അങ്ങനെയൊക്കെ കുറേ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും സർക്കാരിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് 1000 നന്ദി അറിയിക്കുകയാണ്.